എല്ലാ ശാലോം ടി വി പ്രേക്ഷകർക്കും സഫലമീ ജീവിതം പരിപാടിയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഇനി ഷവലിയർ ഡോക്ടർ ഹെൻറി ആഞ്ഞിപ്പറമ്പിലിൻ്റെ കൂടുതൽ വിശേഷങ്ങളിലേക്ക്. ഞങ്ങളുടെ വ്യക്തിപരമായ കാര്യങ്ങൾക്കല്ല ഞങ്ങൾക്ക് അഭിപ്രായ വ്യത്യാസം ഉണ്ടാകുന്നത്. എൻ്റെ ഭാര്യ ഒരു ഓപ്പോസിറ്റ് അഡ്വക്കേറ്റാണ് പ്രവർത്തിക്കുന്നത്. ഏതെങ്കിലും ഒരു കാര്യം തീരുമാനിക്കുമ്പോൾ അതിനെക്കുറിച്ച് ചർച്ച ചെയ്യുമ്പോൾ മറ്റൊരു വശം ഡോക്ടർ രജീന പറയും. അങ്ങനെ ഞങ്ങൾ ചർച്ച ചെയ്ത് ഒരു തീരുമാനത്തിലെത്തും. ആ ഡിഫറൻസ് ഓഫ് ഒപ്പീനിയൻ പരിഹരിച്ചതിന് ശേഷം മാത്രമേ ഞങ്ങൾ കിടക്കാറുള്ളൂ. ആയിരത്തി 1978 ആലപ്പുഴ മെഡിക്കൽ കോളേജിൽ നിന്ന് സാറ് പാസ്സായതിനു ശേഷം എറണാകുളം ലൂർദ് ഹോസ്പിറ്റലാണ് സേവനമനുഷ്ഠിച്ചതെന്ന് നേരത്തെ സൂചിപ്പിച്ചത്. എന്തായിരുന്നു ലൂർദ് ഹോസ്പിറ്റലിൽ നിന്ന് പുറത്തേക്ക് വരുവാനും ചെറിയ ചെറിയ ക്ലിനിക്കുകൾ സ്ഥാപിച്ച് ജനങ്ങൾക്ക് നന്മ ചെയ്യണമെന്നുള്ള ഒരു ബോധ്യത്തിലേക്ക് വരാനുണ്ടായ സാഹചര്യം? ലൂർദ് ഹോസ്പിറ്റലിലാണ് ആലപ്പുഴ മെഡിക്കൽ കോളേജിൽ നിന്ന് ആദ്യമായി ജോലിയിൽ പ്രവേശിക്കുന്നത്. 5 വർഷം ലൂർദ് ഹോസ്പിറ്റലിൽ ജോലി ചെയ്തു. അവിടെ നല്ല അനുഭവങ്ങളുണ്ടായി. ലൂർദ് ഹോസ്പിറ്റലിനോട് ചേർന്ന് ഉള്ള കമ്മ്യൂണിറ്റി ഹെൽത്ത് സെൻ്ററുകളിൽ വർക്ക് ചെയ്യാനായിട്ട് എന്നെ നിയോഗിച്ചു. അവിടുത്തെ അനുഭവങ്ങൾ ഒരു പ്രൈമറി ഹെൽത്ത് കെയർ സെൻറ്റർ തുടങ്ങണം എന്നുള്ള ഒരു തീരുമാനത്തിലേക്ക് ഞങ്ങൾ നയിച്ചു. മറ്റൊന്നുമല്ല, ഞങ്ങൾ രണ്ടുപേരും ഡോക്ടേഴ്സാണ്. ഗവൺമെൻറ് സർവീസിൽ പോയാൽ ട്രാൻസ്ഫറബിൾ ജോബാണ്. അപ്പോൾ അങ്ങനെ ഞങ്ങൾ രണ്ടുപേരും 2 സ്ഥലത്താണെങ്കിൽ കുട്ടികളുടെ ഫോർമേഷനും അവരെ വളർത്തുന്നതിനും വളരെ ബുദ്ധിമുട്ടാണെന്ന് കണ്ടുകൊണ്ട് ഞങ്ങൾ ഒരു ക്ലിനിക്ക് സ്റ്റാർട്ട് ചെയ്തു. ആദ്യം പൊന്നുരുന്നിയിലാണ് ക്ലിനിക്ക് സ്റ്റാർട്ട് ചെയ്തത്. അത് പ്രൈമറി ഹെൽത്ത് കെയർ സെൻ്ററായിരുന്നു. അതായത് ഹോസ്പിറ്റലുകളിൽ പോകാൻ പറ്റാത്തവർക്ക് ഏറ്റവും ചിലവ് കുറഞ്ഞ രീതിയിലുള്ള ചികിത്സാ രീതികൾ, അനാവശ്യമായിട്ടുള്ള ഇൻവെസ്റ്റിഗേഷനെല്ലാം ഒഴിവാക്കി അവർക്ക് കഴിഞ്ഞ 37 വർഷമായിട്ട് ഞങ്ങൾ അവർക്ക് സേവനം ചെയ്യുകയാണ്. പൊന്നുരുന്നിയിൽ മാത്രമാണോ? പൊന്നുരുന്നിയിലും വടുതലയിൽ ഡോൺ ബോസ്കോയുടെ അടുത്തുള്ള അവിടെ ഒരു ക്ലിനിക്ക് സ്റ്റാർട്ട് ചെയ്തു. ആഞ്ഞിപ്പറമ്പിൽ ക്ലിനിക് എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. 37 വർഷത്തെ അങ്ങയുടെ സേവനത്തിൽ ആയിരക്കണക്കിന് ആളുകളെ കാണുകയും അവർക്ക് ദൈവത്തിൻ്റെ സ്നേഹം ചാലിച്ച് ചികിത്സ നൽകുകയും ചെയ്യുന്നുണ്ട്. ദൈവത്തിൻ്റെ അനുഭവം ഈ സേവന മേഖലയിൽ അനുഭവപ്പെട്ട കാര്യങ്ങൾ, അങ്ങക്ക് മറക്കാതെ നിൽക്കുന്ന ചില ചിന്തകൾ, ചില ഓർമ്മകൾ പങ്കുവെക്കുന്നത് എങ്ങനെയാണ്? ഒത്തിരി കാര്യങ്ങളുണ്ട്. അതിൽ 2 സംഭവം എൻ്റെ മനസ്സിൽ എപ്പോഴും വരികയാണ്. ഒന്ന്, ഒരു അമ്മ മകളെയും കൂട്ടിക്കൊണ്ട് എൻ്റെ OPയിലേക്ക് റഷ് ചെയ്ത് വരികയാണ്. വടുതലയിൽ തേങ്ങ വെട്ടിയപ്പോൾ അവരുടെ ചൂണ്ടാണി വിരൽ മുറിഞ്ഞുപോയി. അത് ആ വിരലും എടുത്തുകൊണ്ട് സമീപത്തുള്ള ഒരു ആശുപത്രിയിൽ ചെന്നപ്പോൾ അവർ പറഞ്ഞു അത് കളഞ്ഞേക്കാൻ പറഞ്ഞു. പക്ഷേ ആ അമ്മ അത് കേൾക്കാതെ നേരെ എൻ്റെ അടുത്ത് വന്നു. ഡോക്ടർ വിചാരിച്ചാൽ തീർച്ചയായിട്ടും ഇത് തുന്നിപ്പിടിപ്പിക്കാൻ സാധിക്കും. അപ്പോൾ ഞാൻ പറഞ്ഞു അസാധ്യമാണ്, റിജക്റ്റ് ചെയ്തു പോകാൻ സാധ്യതയുണ്ട്. പക്ഷേ അവരുടെ ആ വിശ്വാസവും അവരിൽ എന്നെ അർപ്പിച്ചിരിക്കുന്ന ആ വിശ്വാസവും എല്ലാം നോക്കിയപ്പോൾ എനിക്ക് ആ കേസ് എടുക്കാൻ തോന്നി. അങ്ങനെ അത് സലൈൻ വെച്ച് ആ വിരൽ കഴുകുകയും അങ്ങനെ മുറിഞ്ഞു പോയ ഭാഗത്ത് കറക്റ്റായിട്ട് പൊസിഷനിൽ വെക്കുകയും തയ്ച്ച് പിടിപ്പിക്കുകയും ഒരു സ്പ്ലിൻറ്റ് വെച്ച് കൊടുക്കുകയൊക്കെ ചെയ്തു. അന്ന് അവർക്ക് വാങ്ങാൻ പൈസയില്ല. വളരെ എക്സ്പെൻസീവായിട്ടുള്ള ആൻറ്റിബയോട്ടിക്സ് അന്ന് സാമ്പിളായിട്ട് എൻ്റെ കയ്യിലുണ്ടായിരുന്നു. അത് കൊടുത്തു. 3-ാം ദിവസം അവർ ചെക്കപ്പിന് വന്നപ്പോൾ വിരൽ വിട്ടുപോയിട്ടില്ല, പഴുപ്പൊന്നും തട്ടിയിട്ടില്ല എന്ന് മനസ്സിലായി. പോസിറ്റീവ് ഫീലിംഗ്. ഞാൻ ദൈവത്തെ സ്തുതിച്ച ഒരു അവസരമാണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്താലും ഹീലിംഗ് ദൈവത്തിൽ നിന്നാണെന്ന് മനസ്സിലാക്കിയ ഒരു അവസരം. പിന്നീട് ഒരു 14 ദിവസം കഴിഞ്ഞപ്പോൾ തയ്ച്ചത് പിടിച്ചു. ആ വിരലിലെ നഖത്തിന് മാത്രം ഒരു ചുളുക്കുണ്ട്, ബാക്കി ഒന്നുമില്ല. ഇന്നും അവർ വളരെ സന്തോഷത്തോടുകൂടി നന്ദിയോടുകൂടി ആ സംഭവം ഓർക്കാറുണ്ട്. ഈ അടുത്ത് എൻ്റെ അടുത്ത് വരികയുണ്ടായി. മറ്റൊന്ന്, ഒരു നല്ല മഴയുള്ളൊരു ദിവസം കാറ്റുകൊണ്ട് അമ്മ കുട്ടിയെ താരാട്ട് പാടിക്കൊണ്ടിരുന്ന ആ തൊട്ടിൽ പറന്നുപോയി കണ്ടത്തിൽ പോയി വീണു. ആ കുട്ടി ഡ്രൗൺ ചെയ്തു. അവിടെ ഉണ്ടായിരുന്ന സമീപവാസികൾ ആ കുട്ടിയെ എടുത്തുകൊണ്ട്, നല്ല മഴയാണ്,
വഴിയിലെല്ലാം മരങ്ങൾ വീണ് കിടക്കുന്നതുകൊണ്ട് വാഹനങ്ങൾ പോകുന്നില്ല. ഒരു കൈമാറി എൻ്റെ ക്ലിനിക്കിൽ എത്തിച്ചു. ആ കുട്ടി ആ സമയത്ത് ബ്ലൂ ആയിരുന്നു, ഗ്യാസ്പി ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. ആ സമയത്ത് സക്ഷനൊന്നും വർക്ക് ചെയ്യുന്നില്ല. ട്യൂബ് വെച്ച് മൗത്തിൽ നിന്ന് അതെല്ലാം സക്ക് ചെയ്തെടുത്ത് കുട്ടിക്ക് ചില ഇഞ്ചക്ഷൻസ് എല്ലാം കൊടുത്തു, ചൂട് കൊടുത്തു. അങ്ങനെ അല്പം വേദന എടുക്കുന്ന രീതിയിലുള്ള ചില സ്റ്റിമുലസ് കൊടുത്തു കഴിഞ്ഞപ്പോൾ കുട്ടി ഒന്ന് ഗ്യാസ്പി ചെയ്ത് ഒന്ന് കരഞ്ഞു. അത് വളരെ സന്തോഷത്തിൻ്റെ ഒരു നിമിഷമായിരുന്നു. ദൈവത്തെ സ്തുതിക്കേണ്ട, ജീവൻ രക്ഷിക്കാൻ കിട്ടിയ ഒരു ശകലം തെറ്റിപ്പോയാൽ ആ കുട്ടിയുടെ ജീവൻ ഉണ്ടാവില്ല. ആ കുട്ടിയെ അത് കഴിഞ്ഞതിന് ശേഷം നേരെ പ്രൈമറി ഹെൽത്ത് കെയർ കൊടുത്തതിന് ശേഷം യൂത്ത് ഹോസ്പിറ്റലിൽ എത്തിച്ചു. അല്പം ന്യൂമോണിയ ഉണ്ടായിരുന്നു, അതിൽ നിന്ന് രക്ഷപ്പെട്ടു. ആ കുട്ടി ഇന്ന് വിവാഹ ഒരുക്ക സെമിനാറിൽ പങ്കെടുത്തു. അതെനിക്ക് തീർച്ചയായിട്ടും മനസ്സിൽ ഓർക്കാനായിട്ടുള്ള ഒരു നല്ലൊരു സംഭവമായിട്ട് ദൈവത്തിൻ്റെ അനുഗ്രഹത്താൽ സംഭവിച്ചു. ദൈവത്താൽ അസാധ്യമായ ഒന്നുമില്ല, നമ്മൾ ദൈവത്തിൻ്റെ ഉപകരണങ്ങൾ മാത്രമാണ് എന്ന് മനസ്സിലാക്കുന്ന ഒരു നിമിഷം. പാവങ്ങളോടുള്ള ഒരു കരുതൽ സാറിൻ്റെ ജീവിതത്തിൽ, ഡോക്ടറുടെ ജീവിതത്തിലുണ്ട്. ഇന്ന് ചികിത്സ വലിയ ചിലവേറിയ കാര്യമാണ്. പാവപ്പെട്ടവർക്ക് മരുന്ന് വിതരണം ചെയ്യുന്നൊരു പദ്ധതിയും ഡോക്ടർ ആവിഷ്കരിച്ചിട്ടുണ്ട്. എന്താണത്? ഞങ്ങളുടെ പ്രാക്ടീസിൽ നിന്ന് മനസ്സിലായത്, നല്ലൊരു ശതമാനം രോഗികൾ ചികിത്സ ഡിസ്കണ്ടിന്യൂ ചെയ്യുകയാണ്. ഉദാഹരണത്തിന് രക്തസമ്മർദ്ദം, പ്രമേഹം, ആർത്രൈറ്റിസ്, അല്ലെങ്കിൽ TBയുടെ ചികിത്സ, മാനസിക രോഗം. അപ്പോൾ ഇങ്ങനെ വരുന്നത് കണ്ടപ്പോൾ എൻ്റെ മനസ്സിലൊരു ആശയമുണ്ടായി. അന്ന് സെൻറ്റ് ആൻ്റണീസ് പള്ളിയിലെ വികാരിയായിരുന്ന ഇന്നത്തെ വരാപ്പുഴ രൂപതയുടെ വികാരി ജനറലായ മോൺസിഞ്ഞോർ ജോസ് പടിയാറമ്പറമ്പിലെടുത്ത് ഈ കാര്യം പറഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞു, നമുക്കൊന്ന് ശ്രമിച്ച് നോക്കാം. അങ്ങനെ ഈ പ്രോജക്റ്റിനെ കുറിച്ച് നൊവേന ബുദ്ധിയെ അനൗൺസ് ചെയ്യുകയും അവരുടെ സഹായം അഭ്യർത്ഥിക്കുകയും ചെയ്തു. അതിശയമെന്ന് പറയട്ടെ, ഒരു മാസം കൊണ്ട് ഒരു വലിയൊരു ഗോഡൗൺ നിറച്ചും നമുക്ക് മരുന്ന് കിട്ടി. അത് സോർട്ട് ചെയ്ത് ആണ് ആരംഭിച്ചത്. അതിപ്പോഴും തുടരുന്നുണ്ട്. ഇപ്പോഴും കഴിഞ്ഞ 19 വർഷമായിട്ട് അതിപ്പോഴും തുടരുകയാണ്. പല രീതിയിലും നമുക്ക് മെഡിസിൻസ് കിട്ടുന്നുണ്ട്. രോഗികൾ ഡിസ്ചാർജ് ചെയ്ത് കഴിയുമ്പോൾ കൊണ്ടുവരുന്നത്, അല്ലെങ്കിൽ ചില ഡോക്ടേഴ്സ് ഡിസ്കണ്ടിന്യൂ ചെയ്യാൻ പറയുന്ന മെഡിസിൻസ്, അല്ലെങ്കിൽ ഡോക്ടേഴ്സിൻ്റെ ചേംബറിൽ നിന്നുള്ള മെഡിസിൻസ്, അതുപോലെ റെപ്രസെൻറ്റേറ്റീവ്സ് ഡിപ്പോയിൽ നിന്ന്, അതുപോലെ വിദേശത്തു നിന്ന് വരുന്നവർ, ഇവരൊക്കെ ധാരാളം മെഡിസിൻസ് ഇവിടെ കൊണ്ടുവരുന്നുണ്ട്. ഇതെല്ലാം ഉപയോഗമില്ലാതെ നശിപ്പിക്കുകയാണ്. ഇത് നമുക്ക് പ്രയോജനപ്പെടുത്താൻ സാധിക്കുമെന്ന് മനസ്സിലാക്കി അങ്ങനെ എല്ലാ ബുധനാഴ്ചയും ഈ മരുന്നുകൾ സോർട്ട് ചെയ്യും. വെള്ളിയാഴ്ച ദിവസങ്ങളിൽ അവർക്കത് വിതരണം ചെയ്യും. ഡോക്ടറിൻ്റെ പേഷ്യൻസിന് മാത്രമാണ് കൊടുക്കുന്നത് അതോ പൊതു? ഇല്ല, ഏതെങ്കിലും ഒരു ഡോക്ടറുടെ പ്രിസ്ക്രിപ്ഷനോട് വരുന്നവർക്ക് നമ്മൾ കൊടുക്കും. 3 മാസത്തിലൊരിക്കൽ ആ ഡോക്ടറെ കാണിച്ച് ആ പ്രിസ്ക്രിപ്ഷൻ പുതുക്കണമെന്ന് മാത്രമേ ഉള്ളൂ. അവിടെ ഞാനും എൻ്റെ സഹധർമ്മിണി ഡോക്ടർ രജീനയും എൻ്റെ ക്ലിനിക്കിലെ സ്റ്റാഫ് അനിതയും മോളിയും ഇത്രയും വർഷമായിട്ട് ഞങ്ങളെ സഹായിക്കുന്നുണ്ട്. 250ഓളം രോഗികൾ അവിടെ വരുന്നുണ്ട്. അവർക്കെല്ലാവർക്കും മരുന്ന് കൊടുക്കാൻ സാധിക്കും. പോരാതെ വരുന്ന മെഡിസിൻസ് പള്ളിയിൽ നിന്ന് വികാരിയച്ഛൻ വാങ്ങിത്തരും. അതുകൊണ്ട് യാതൊരു കുറവുമില്ലാതെ ഇവിടെ നടക്കുകയാണ്. അത് എനിക്ക് തോന്നുന്നു സെയിൻറ്റ് ആൻ്റണിയുടെ മധ്യസ്ഥതയിൽ ദൈവം തരുന്ന അനുഗ്രഹങ്ങളായിട്ടാണ് ഞാൻ കാണുന്നത്. ദൈവവുമായി ചേർന്ന് നിൽക്കുന്നവർക്ക് എന്നും പരീക്ഷണങ്ങളും പ്രതിസന്ധികളും നേരിടേണ്ട സാഹചര്യം ഉണ്ടാകാറുണ്ട്. അങ്ങയുടെ ജീവിതത്തിൽ ഇത്തരത്തിലുള്ള അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടോ? തീർച്ചയായും ധാരാളം അനുഗ്രഹങ്ങൾ തന്നതോടൊപ്പം തന്നെ പരീക്ഷണങ്ങളും ഉണ്ടായിട്ടുണ്ട്. എൻ്റെ സാമൂഹ്യ സേവനത്തിൻ്റെ പീക്കിൽ നിൽക്കുന്ന സമയത്ത് 49ാമത്തെ വയസ്സിൽ പെട്ടെന്ന് ഒരു കാരണവുമില്ലാതെ തളർന്നു വീഴുന്നു. വീണ്ടും ഞാൻ എഴുന്നേൽക്കും. വീണ്ടും അങ്ങനെ പല പ്രാവശ്യം വന്നു. ശരീരം മുഴുവൻ ഇങ്ങനെ പറിക്കുന്നത് പോലുള്ളൊരു ഫീലിംഗ്. ഉടനെ തന്നെ ലൂത്ത് ഹോസ്പിറ്റലിലെ ന്യൂറോ ഫിസിഷ്യൻ ഇവിടെ വന്ന് പരിശോധിച്ചപ്പോൾ നെക്കിൽ ആ സ്പൈനൽ കോഡിൽ അവിടെ എന്തോ കേട് പറ്റിയിട്ടുണ്ട്. ഉടനെ MRI ചെയ്യണമെന്ന് പറഞ്ഞു. അന്ന് MRI സ്റ്റാർട്ട് ചെയ്തിട്ടേ ഉള്ളൂ. ദൈവാനുഗ്രഹം കൊണ്ട് അവിടെ പോയി MRI ചെയ്തു. അപ്പോഴേക്ക് മനസ്സിലായി കഴുത്തിലെ 3 വെർട്ടിബ്രയുടെ ഇടയിലുള്ള ആ ഡിസ്ക് സ്ലിപ്പ് ചെയ്ത് സ്പൈനൽ കോഡിൽ വന്ന് പ്രസ് ചെയ്ത് നീര് വെച്ചിരിക്കുകയാണ്. കീഴോട്ടുള്ള സന്ദേശമൊന്നും പോകുന്നില്ല. ഹയർ ഫങ്ഷനൊന്നും കുഴപ്പമില്ല, പക്ഷേ കൈയനക്കാൻ പറ്റില്ല. ബ്ലാഡർ മാത്രം ഒഴിച്ച് ബാക്കി എല്ലാം ബാധിച്ചു. അങ്ങനെ ഉടനെ ഓപ്പറേഷൻ ചെയ്യണമെന്ന് പറഞ്ഞു.
അങ്ങനെ ലിസി ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്തു. വൈഫിൻ്റെ ക്ലാസ്മേറ്റായ ഡോക്ടറാണ് ന്യൂറോ സർജൻ ഓപ്പറേറ്റ് ചെയ്തത്. സാധാരണ ഇങ്ങനെ ഒരു ഓപ്പറേഷൻ കഴിഞ്ഞാൽ റെസിഡ്യൂൽ ആയിട്ടുള്ള ഒരു പാരാലിസിസ് ഉണ്ടാവും. ഇത് ദൈവാനുഗ്രഹത്താൽ അതൊന്നും ഉണ്ടായില്ല. എനിക്ക് കഴുത്ത് മുകളിലേക്കും താഴോട്ട് സൈഡിലേക്കും തിരിക്കാനൊരു പ്രയാസമുണ്ട്. കാർ ഡ്രൈവ് ചെയ്യുന്നതിനോ എൻ്റെ ജോലിയുമായിട്ട് മുന്നോട്ട് പോകുന്നതിന് യാതൊരു പ്രയാസമില്ലാത്ത രീതിയിൽ ദൈവം അനുഗ്രഹിച്ചു. മറ്റൊന്ന് എൻ്റെ സഹധർമ്മിണി ഡോക്ടർ റെജീനയുടെ കാര്യമാണ്. എനിക്ക് ഒരു പ്രോസ്റ്റേറ്റിൻ്റെ ഓപ്പറേഷൻ വന്ന സമയത്ത് ഒത്തിരി ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുക്കേണ്ടി വന്നു. ആ സമയത്ത് വലതേ കൈ മുകളിലേക്ക് ഉയർത്തുന്ന ആ മസിൽ, സൂപ്രാസ്പൈനേറ്റസ് മസിൽ, അത് പൊട്ടി. കൈ ഉയർത്താൻ പറ്റുന്നില്ല. ഭയങ്കര വേദന, നൈറ്റിലൊക്കെ കിടന്ന് ഭയങ്കര കരച്ചിലായിരുന്നു. അങ്ങനെ MRI ചെയ്തതിന് ശേഷം ഒരു മേജർ ഹോസ്പിറ്റലിൽ പോയി അവർ സർജറി ചെയ്തു. അവരുടെ അശ്രദ്ധ കൊണ്ടോ അല്ലെങ്കിൽ ഉപയോഗിച്ചിരുന്ന മെറ്റീരിയൽസിൻ്റെയോ കഴുകാൻ ഉപയോഗിച്ചിരുന്ന ഫ്ലൂയിഡിൽ ഉണ്ടായിരുന്ന ഒരു കണ്ടാമിനേഷൻ കൊണ്ടാണോ എന്നറിയില്ല, രോഗാണുക്കൾ അതിനകത്ത് കയറി. 6 മാസം കഴിഞ്ഞപ്പോൾ ഓപ്പറേഷൻ ചെയ്ത സൈറ്റിൽ കൂടി പഴുപ്പ് വരാൻ തുടങ്ങി. അപ്പോൾ ആ ഡോക്ടർ പറഞ്ഞു, ഉള്ളിൽ വെച്ചിരിക്കുന്ന ഇംപ്ലാന്റ് എടുത്തു കളഞ്ഞാൽ ശരിയാവുമായിരിക്കും എന്ന് പറഞ്ഞ് എടുത്തു കളഞ്ഞു. അതുകൊണ്ടും ശരിയായില്ല, പഴുപ്പ് തട്ടി. അങ്ങനെ പെറ്റ് സ്കാൻ ചെയ്ത് കഴിഞ്ഞപ്പോൾ അമൃതയിൽ പോയി, എൻ്റെ മകൻ അവിടെയാണ് വർക്ക് ചെയ്യുന്നത്. പെറ്റ് സ്കാൻ ചെയ്ത് കഴിഞ്ഞപ്പോഴേക്കും ജോയിൻറ്റ് മുഴുവൻ പഴുത്തിരിക്കുകയാണ്. അപ്പോൾ വളരെ മേജറായിട്ടുള്ളൊരു സർജറിയാണ്. ബോണിൻ്റെ പല ഭാഗങ്ങളും എടുത്തു കളഞ്ഞു. ആ മസിൽ നഷ്ടപ്പെട്ടു. ഇവിടുന്ന് ഈ സാമ്പിള് ബാംഗ്ലൂർക്കും ബോംബെയിലും ഒക്കെ അയച്ചു. ഈ രോഗാണുവിനെ കണ്ടുപിടിക്കുക എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. അങ്ങനെ രോഗാണുവിനെ വളരെ റെയറായിട്ടുള്ള മൈക്രോബാക്ടീരിയം കിലോണ എന്ന ഓർഗാനിസത്തിനെ കണ്ടെത്തുകയും അതിൻ്റെ ചികിത്സ 6 ആഴ്ച ഇഞ്ചക്ഷൻസും തുടർന്ന് 6 മാസം 3-4 ടാബ്ലറ്റും, ഇപ്പോൾ 1 ടാബ്ലറ്റ് വീതം കഴിക്കുകയാണ്. അടുത്ത ഡിസംബറിൽ അത് പൂർത്തിയാവും. ഇപ്പോൾ എൻ്റെ ഭാര്യയ്ക്ക് പഴുപ്പില്ല, ജോലിയൊക്കെ ചെയ്യാം, പേഷ്യൻസിനെ നോക്കാം, ക്ലാസ്സസ് ഒക്കെ എടുക്കുന്നുണ്ട്, കാർ ഓടിക്കാനും സാധിക്കുന്നുണ്ട്. അത് ദൈവത്തിൻ്റെ നേരിട്ടുള്ള അനുഭവമാണ്. ഒരു ഹീലിംഗ് ടച്ചാണെന്ന് തന്നെ ഞങ്ങൾ വിചാരിക്കുന്നു. ഒരു ഡോക്ടർ എന്നതോടൊപ്പം തന്നെ ഒരു സാമൂഹ്യ പ്രവർത്തകൻ്റെ വ്യക്തിപ്രഭാവവും അങ്ങയുടെ ജീവിതത്തിലുണ്ട്. വരാപ്പുഴ തിരുവിത സോഷ്യൽ സർവീസ് സൊസൈറ്റി ESSൻ്റെ വൈസ് പ്രസിഡൻ്റാണ്. അതുവഴി കുറേ നന്മകൾ ഈ സമൂഹത്തിന് ചെയ്യാനായിട്ടുണ്ട്. മൂലമ്പള്ളിയിൽ കടമക്കുടി ദ്വീപ് സമൂഹത്തിൽ അവിടെ വളരെ അവശത അനുഭവിക്കുന്നവർ ഉണ്ട് എന്ന് മനസ്സിലായി. പ്രായമായവരൊക്കെ അവർക്ക് വേണ്ടി ഒരു സെൻറ്റർ അവിടെ തുറന്നു. ഏകദേശം 20 വർഷത്തോളം അവിടുന്ന് കടന്ന് അവിടെ പോയി അവരെ നോക്കി, അവർക്ക് മരുന്നുകൾ കൊടുക്കുകയും സർജറി വേണ്ടവരെ ആശുപത്രികളിൽ എത്തിക്കുകയും ഒക്കെ ചെയ്തു. ഞാൻ ഓർക്കുന്നത്, കഴുത്ത് മുഴുവൻ മുറ്റി നിൽക്കുന്ന ഒരു തൈറോയിഡ് ആയിട്ട് സംസാരിക്കാനും വയ്യാത്തൊരു സ്ത്രീ, ഭയം കൊണ്ട് ഓപ്പറേഷൻ ചെയ്യാതെ പോകുന്നത്. ആ സ്ത്രീയെ ഹോസ്പിറ്റലിൽ എത്തിക്കുകയും പല സഹായം കൊണ്ട് അവരെ അത് ഓപ്പറേഷൻ ചെയ്തു. അവർ വളരെ ആരോഗ്യത്തോടെ ഇന്നുമുണ്ട്. മറ്റൊന്ന് കോതാടും ഇതുപോലെ ഒറ്റപ്പെട്ടൊരു ഗ്രാമമാണ്, ദ്വീപാണ്. അവിടെ അങ്ങോട്ട് ഇപ്പോൾ ഒരു പാലമുണ്ട്, മറ്റേത് യാതൊരു സൗകര്യവുമില്ലായിരുന്നു. അവിടെ വള്ളത്തിൽ നടന്ന് 15 മിനിറ്റ് നടന്ന് ഈ സെൻറ്ററിലെത്തും. അവിടെ ഒരു പകൽ വീട് ആരംഭിച്ചു വയസ്സായവർക്ക് വേണ്ടി. രാജഗിരി സോഷ്യൽ ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ സഹായത്തോടുകൂടിയാണ് അത് ആരംഭിച്ചത്. പ്രായമായവർ ഒത്തിരി മാനസികമായിട്ട് വിഷമം അനുഭവിക്കുന്നുണ്ട്. മരണത്തെക്കുറിച്ചുള്ള ഭയം, ഏകാന്തത, അല്ലെങ്കിൽ അങ്ങനെ പല പ്രയാസങ്ങൾ അനുഭവിക്കുന്നവർ. അവരെ ഒരുമിച്ച് കൂട്ടാൻ ഒരു വേദി, അതാണ് പകൽ വീട്. അങ്ങനെ അവർ രാവിലെ അവിടെ അസംബിൾ ചെയ്യുന്നു. ന്യൂസ് പേപ്പർ ആരെങ്കിലും വായിച്ചു കൊടുക്കും. അവർക്ക് ഏതെങ്കിലും ഒരു എക്സസൈസ് പറഞ്ഞു കൊടുക്കും. ഫുഡ് അവർ തന്നെ പ്രിപ്പയർ ചെയ്യും. ഉച്ച കഴിയുമ്പോൾ ഞാനവിടെ ചെല്ലുന്നു. അവരെ പരിശോധിച്ച് അവർക്ക് സെപ്പറേറ്റ് ചാർട്ടുകളൊക്കെ ഉണ്ട്. അവരുടെ വൈകല്യങ്ങളൊക്കെ റെക്കോർഡ് ചെയ്തിട്ടുള്ള ഒരു കാർഡും അവരുടെ കയ്യിൽ കൊടുക്കും. അതുപോലെ ഈ അനുസരിച്ച് എങ്ങനെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കും, അതിന് ചെയ്യേണ്ട ചില എക്സസൈസുകളും മറ്റു കാര്യങ്ങളൊക്കെ അവർക്ക് കാണിച്ചു കൊടുക്കുകയും പഠിപ്പിക്കുകയൊക്കെ ചെയ്യുന്നു. ഡോക്ടറുടെ ജനസേവനത്തിൻ്റെയും സാമൂഹ്യ പ്രവർത്തനത്തിൻ്റെയും ആധ്യാത്മിക ചൈതന്യത്തിൻ്റെയും അംഗീകാരമായി സഭ നൽകിയ പദവിയാണ് ഷെവലിയർ സ്ഥാനം.
2009 ബെനഡിക്ട് മാർപ്പാപ്പ നൽകിയ ഈ അംഗീകാരത്തിലേക്ക് അങ്ങേ പ്രാപ്തനാക്കിയ കുറേ കാര്യങ്ങളുണ്ട്. ഈ പദവിയെക്കുറിച്ച്, ശൗലിയ സ്ഥാനത്തെക്കുറിച്ച്, സഭയുടെ പടയാളി എന്ന ഈ സ്ഥാനത്തെക്കുറിച്ച് അങ്ങ് എങ്ങനെയാണ് വിലയിരുത്തുന്നത്? അംഗീകാരവും പ്രോത്സാഹനവും ഒന്നും പ്രതീക്ഷിക്കാതെയാണ് ഞങ്ങൾ ഈ പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോയത്. അന്നത്തെ ആർച്ച് ബിഷപ്പായിരുന്ന ദാനിയേൽ അച്ചാരുപറമ്പിൽ പിതാവാണ് ഞങ്ങളെക്കുറിച്ച് ഈ ഒരു റെക്കമെൻഡേഷൻ റൂമിൽ അയച്ചത്. ഇങ്ങനെ ഒരു ഷെവിലിയാർ പദത്തിലേക്ക് തിരഞ്ഞെടുത്തു എന്നൊന്നും ഞങ്ങളോട് പറയുന്നില്ല. അത് പൊന്തിഫിക്കൽ സീക്രട്ടായിരുന്നു, സഭയുടെ രഹസ്യമായിരുന്നു. എന്നെക്കുറിച്ചുള്ള ബയോഡാറ്റ മുഴുവൻ എൻ്റെ ഭാര്യയെ വിളിച്ചാണ് റെക്കോർഡ് ചെയ്തത് മുഴുവൻ. അന്ന് എനിക്ക് ഈ പ്രഖ്യാപന ദിവസം എനിക്ക് ഒരു പ്രോഗ്രാം ഉണ്ടായിരുന്നു. അതിന് പോകാൻ പോയപ്പോഴേക്കും അന്ന് ചാൻസലർ വർഗീസ് വലിയപറമ്പിൽ വിളിച്ചു പറഞ്ഞു, ആർച്ച് ബിഷപ്പ് ഒരു പ്രത്യേക മീറ്റിങ്ങിന് വിളിക്കുന്നുണ്ട്, അതിന് പങ്കെടുക്കാതെ പറ്റൂല എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ അത് പങ്കെടുത്തു. അങ്ങനെയാണ് അവിടെ വെച്ച് ആ പ്രഖ്യാപനം ആദ്യമായി അറിയുന്നത്. തീർച്ചയായിട്ടും ദൈവത്തെ സ്തുതിക്കാനായിട്ടുള്ളൊരു അവസരമായിരുന്നു. ഈ അംഗീകാരം വഴി മറ്റുള്ളവർക്ക് ഇത് പ്രചോദനമാകുമെങ്കിൽ അത് നന്നായിരുന്നു എന്ന് ഞാൻ വിചാരിച്ചു. മത്തായി എഴുതിയ സുവിശേഷത്തിൽ പറയുന്നുണ്ട്, കർത്താവേ കർത്താവേ എന്ന് എന്നെ വിളിച്ച് നടക്കുന്നവനല്ല യഥാർത്ഥ ശിഷ്യൻ, എൻ്റെ പിതാവിൻ്റെ ഇഷ്ടം നിറവേറുന്നവനാണ്. ഇത് മനസ്സിലാക്കി പ്രവർത്തിച്ചതിൻ്റെ അംഗീകാരമാണ് എനിക്കിത് കിട്ടിയതെന്ന് ഞാൻ വിചാരിക്കുന്നു. ഷെവിലിയാർ എന്ന് പറയുന്നത് ജൂലിയസ് സീസറിൻ്റെ രണ്ട് സൈഡിലുമുള്ള സേനാനായകന്മാരെ പോലെ എപ്രകാരം ജൂലിയസ് സീസറിനെ പ്രൊട്ടക്റ്റ് ചെയ്തു, ആ രീതിയിൽ സഭയുടെ വിശ്വാസത്തെ കാത്ത് സൂക്ഷിക്കാനായിട്ടുള്ള സേനാനായകന്മാരാണ് ഈ ഷെവിലിയാർമാർ എന്ന് ഞാൻ മനസ്സിലാക്കി. കാത്തു സൂക്ഷിക്കാനും പ്രഘോഷിക്കാനും. അപ്പോൾ തീർച്ചയായിട്ടും ഞാൻ ആ ഉത്തരവാദിത്വം സ്വീകരിക്കുന്നു. അതനുസരിച്ച് എൻ്റെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ ഞാൻ ആഗ്രഹിക്കുന്നു. വ്യക്തിപരമായ കുറേ കാര്യങ്ങൾ അങ്ങ് പങ്കുവച്ചു. മക്കളെക്കുറിച്ച്, മക്കൾ എന്തു ചെയ്യുന്നു, അവരുടെ ജീവിതം എങ്ങനെയാണ്, ക്രൈസ്തവ അരൂപിയിൽ അവരെങ്ങനെ വളർത്തി? ഞങ്ങൾക്ക് 2 ആമക്കളാണുള്ളത്. മൂത്ത മകൻ ഡോക്ടർ റിനോയ്, ഇളയ മകൻ രഞ്ജോയ്. ഞങ്ങൾ ക്യാമ്പുകൾക്കൊക്കെ പോകുന്ന സമയത്ത് ചിലപ്പോൾ വരാൻ താമസിക്കുമ്പോഴെല്ലാം ആ കുട്ടികൾ തന്നെ എല്ലാ കാര്യങ്ങളും ചെയ്യുമായിരുന്നു. ചിലപ്പോൾ രാത്രിയാകുമ്പോൾ അവർ സന്ധ്യാപ്രാർത്ഥന അവർ തന്നെ ചൊല്ലുമായിരുന്നു. അവരെ അടിസ്ഥാന വിശ്വാസത്തിലാണ് വളർത്തിയത്. മൂത്ത മകൻ ഡോക്ടർ റിനോയ് സെൻറ്റ് ജോൺസ് മെഡിക്കൽ കോളേജിലെ ബാംഗ്ലൂർ MBBS-ഉം MD-യും പൂർത്തിയാക്കി അവിടെ 2 വർഷം അവിടെ ജോലി ചെയ്തു. അതിനുശേഷം ഇപ്പോൾ അമൃത മെഡിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ടിലെ മെഡിസിൻ വിഭാഗം അസിസ്റ്റൻറ്റ് പ്രൊഫസറായിട്ട് വർക്ക് ചെയ്യുകയാണ്. റിനോയുടെ ഭാര്യ അമീർ റിനോയ്, അവർക്ക് ഒരു കുട്ടിയുണ്ട്, നോറ. ഇളയ മകൻ രഞ്ജോയ് എൻജിനീയറാണ്. അവായ് ബാംഗ്ലൂർ അവിടുത്തെ ടെക്നിക്കൽ മാനേജറായിട്ട് വർക്ക് ചെയ്യുന്നു. ഭാര്യ രേണു അവായിലെ ടീം ലീഡറായിട്ട് പ്രവർത്തിക്കുകയാണ്. അവർക്ക് 2 കുട്ടികളുണ്ട്. ഇവർ ഞങ്ങൾ പറഞ്ഞു കൊടുത്തിട്ടുള്ള, ഞങ്ങൾ കൊടുത്ത മാതൃക അനുസരിച്ച് തന്നെയാണ് ജീവിക്കുന്നതെന്ന് ഞങ്ങൾക്ക് ഉറപ്പുണ്ട്. റിനോയുടെ ഭാര്യ അമി പ്രഗ്നൻ്റായ സമയത്ത് ആദ്യ മാസങ്ങളിൽ നിർത്താത്ത ബ്ലീഡിംഗ് ആയിരുന്നു. അത് 3 മാസത്തോളം ആ ബ്ലീഡിംഗ് ഉണ്ടായി. അപ്പോൾ സ്കാൻ ചെയ്ത് നോക്കിക്കഴിഞ്ഞപ്പോൾ ആ എംബ്രിയോ അവിടെ നിന്ന് വിടുന്നതായിട്ട് കാണാൻ സാധിച്ചു. അപ്പോൾ ഡോക്ടർ സുഹൃത്തുക്കളെല്ലാവരും പറഞ്ഞു അത് അബോർട്ട് ചെയ്യണം നല്ലത്, അല്ലെങ്കിൽ മൾട്ടിപ്പിൾ അനോമലിയോടുകൂടിയായിരിക്കാം കുട്ടി ജനിക്കാൻ പോകുന്നതെന്ന് പറഞ്ഞു. എൻ്റെ മകൻ പറഞ്ഞു താനേ അത് ഇജക്റ്റഡായി പോകുമെങ്കിൽ പോയിക്കോട്ടെ, പക്ഷേ ഞാൻ ആ കുട്ടിയെ സംരക്ഷിക്കും, ദൈവം എന്നെ കൈവിടില്ല. അതൊരു ജൂൺ മാസമായിരുന്നു. സെൻറ്റ് ആൻ്റണീസിൻ്റെ നൊവേന ബാംഗ്ലൂർ നടക്കുന്ന സമയത്ത് ആ രാവിലെ തണുപ്പുള്ള സമയത്ത് അവിടെ എഴുന്നേറ്റ് പോയി അവിടെ പോയി നൊവേന കൂടുമായിരുന്നു. അത് കഴിഞ്ഞതിന് ശേഷം സ്കാൻ ചെയ്ത് നോക്കിയപ്പോൾ ഹാർട്ട് ബീറ്റ് വന്നു.
എംബ്രിയോ അവിടെ പ്രോപ്പറായിട്ട് ഇംപ്ലാന്റ് ചെയ്തെന്ന് കണ്ടു. തുടർന്നും ധാരാളം പ്രിമച്ചർ കൺട്രാക്ഷൻസ് ഒക്കെ ഉണ്ടായി. അവരുടെ ആ ഉറച്ച വിശ്വാസം കൊണ്ടാണ് ഇന്ന് ആ കുട്ടിയെ ഞങ്ങൾ വളർത്തുമ്പോൾ ആ കുട്ടിയുടെ വളർച്ചയുടെ ഓരോ ഘട്ടങ്ങൾ ഞങ്ങൾ ദർശിക്കുമ്പോൾ തീർച്ചയായിട്ടും ദൈവത്തെ മഹത്വപ്പെടുത്തുകയാണ് ചെയ്തത്. അതിനേക്ക് ഉപരി ഞങ്ങളുടെ മക്കൾ ഞങ്ങൾ പഠിപ്പിച്ചു കൊടുത്ത ആ ധാർമ്മികതയിൽ ജീവിക്കുന്നു, ആ പാതയിൽ ജീവിക്കുന്നു എന്നുള്ളതിൽ സന്തോഷിക്കുകയാണ്. ഇളയ മകൻ കിട്ടുന്ന ശമ്പളത്തിൽ നല്ലൊരു ശതമാനം പാവപ്പെട്ടവർക്ക് കൊടുക്കാറുണ്ട്. ഒരു കുട്ടിയെ പഠിത്തത്തിന് വേണ്ട ചിലവുകളെല്ലാം അവർ സ്പോൺസർ ചെയ്യുകയാണ്. 37 വർഷത്തെ വൈദ്യശാസ്ത്ര രംഗത്തെ അങ്ങയുടെ സേവനം, സാമൂഹ്യ പ്രവർത്തനം എന്ന നിലയിൽ അങ്ങ് നൽകിയ സംഭാവനകൾ, പിതാവ്, ഒരു നല്ല മകൻ എന്നീ രീതികളിലൊക്കെ അങ്ങ് ഈ സമൂഹത്തിലൊരു വലിയ സംഭാവന നൽകിയിട്ടുള്ള വ്യക്തിയാണ്. ഷെവലിയർ ഡോക്ടർ ഹെൻറി നിരവധി വിശുദ്ധന്മാരോടൊപ്പം ജീവിക്കുകയും ഫാദർ സക്രിയാസ്, തിയോഫിനച്ചൻ ഇവരുടെയൊക്കെ നന്മകളെ അറിയുകയും ചെയ്തിട്ടുള്ള അങ്ങയുടെ ജീവിത ദർശനം അങ്ങ് മറ്റുള്ളവരുമായി പങ്കുവെക്കുമ്പോൾ എന്താണ് ആ ജീവിത ദർശനം? എന്തായിരുന്നു അതിൻ്റെ നന്മകൾ? മറ്റുള്ളവർക്ക് എങ്ങനെ ഈ പാതയിൽ ചരിക്കാൻ സാധിക്കും? ജീവിതത്തെ പോസിറ്റീവായിട്ട് നമ്മൾ കാണണം. അതെൻ്റെ അനുഭവത്തിൽ നിന്ന് ഞാൻ പഠിച്ചിട്ടുള്ളതാണ്. ദൈവം നമ്മളെ ഒരു ദൗത്യം ഏൽപ്പിക്കാൻ വിളിച്ചിട്ടുണ്ട്. എല്ലാവരെയും അങ്ങനെ വിളിച്ചിട്ടില്ല. ഒരു രോഗി എൻ്റെ മുമ്പിലെത്തുമ്പോൾ അത് ദൈവം അയച്ചതാണ്. നമ്മൾ ദൈവത്തിൻ്റെ മുമ്പിൽ വെറും ഉപകരണങ്ങൾ മാത്രമാണ്. ശരിയായ ഹീലിംഗ് നടക്കുന്നത് മഹാവൈദ്യനായ ദൈവത്തിൽ നിന്നാണ്. ധാരാളം പേര് സാമൂഹ്യ സേവന രംഗത്തിൻ്റെ ഡിഗ്രിയും പോസ്റ്റ് ഗ്രാജുവേഷൻ ഡിഗ്രിയും ഒക്കെ എടുക്കുന്നുണ്ടാവും. പക്ഷേ അവരിൽ ശരിയായ ദൈവവിളിയില്ല എങ്കിൽ, അവർക്ക് അങ്ങനെ ഒരു കോളില്ല എങ്കിൽ അവർക്ക് ആ ദൗത്യം പൂർത്തീകരിക്കാൻ പറ്റില്ല എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. എനിക്ക് എൻ്റെ സഹോദരന്മാരോട് പറയാനുള്ളത്, ഏത് തലത്തിൽ ജോലി ചെയ്യുന്നതാണെങ്കിലും, ഏത് മേഖലയിലാണെങ്കിലും, ഒരു ഉദാഹരണത്തിന് ഒരു ടീച്ചർ, ആ ടീച്ചറിന് ഒരു പ്രത്യേകമായി കിട്ടിയിരിക്കുന്ന ഒന്ന് ഒരു കമ്മ്യൂണിക്കേറ്റീവ് സ്കിൽ, അതുപോലെ മറ്റുള്ളവരെല്ലാവരും അംഗീകരിക്കുന്ന ഒരു വ്യക്തി, ഇവർക്ക് സമൂഹത്തിന് വേണ്ടി ധാരാളം കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കും. നമ്മുടെ പള്ളികളോട് ചേർന്ന് അല്ലെങ്കിൽ റെസിഡൻസ് അസോസിയേഷനോട് ചേർന്നൊക്കെ ഒത്തിരി കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കും. അതുപോലെ നേഴ്സസ്, റിട്ടയർ ചെയ്ത നേഴ്സസ്, ഒരു കാര്യം ഞാൻ പറയാം, പല ഹോസ്പിറ്റലുകളിൽ നിന്നും ഡിസ്ചാർജ് ചെയ്യുമ്പോൾ ശരിയായ ക്യൂറോടുകൂടിയല്ല അവർ വരുന്നത്. ചിലപ്പോൾ ട്യൂബോടുകൂടിയായിരിക്കും, ഡ്രസ്സിങ് ശരിയായിട്ട് ഉണങ്ങിയിട്ടുണ്ടാവില്ല. ഇവർക്കൊക്കെ വീട്ടിൽ വന്നാൽ ഒരു സഹായം ഒന്നുമില്ല. ഈ അവസരത്തിൽ ഈ നേഴ്സസിന് അവരെ ഒന്ന് സഹായിക്കാൻ സാധിക്കും. ആ ട്യൂബ് ഒന്ന് മാറ്റിക്കൊടുക്കാനോ, അല്ലെങ്കിൽ അതൊന്ന് ഇറിഗേറ്റ് ചെയ്യാനോ, അല്ലെങ്കിൽ ഡ്രസ്സ് ചെയ്ത് കൊടുക്കാനോ, അല്ലെങ്കിൽ IV ഡ്രിപ്പ് ഉണ്ടെങ്കിൽ അത് ഒന്ന് മെയിൻറ്റെയിൻ ചെയ്യാനോ ഒക്കെ അവർക്ക് സാധിക്കും. ഇതുപോലെ ഏത് മേഖലയിലുള്ളവരും റിട്ടയർ ചെയ്ത് കഴിയുമ്പോൾ വീട്ടിൽ വന്ന് റിട്ടയർമെൻറ്റ് ലൈഫ് എൻജോയ് ചെയ്യാമെന്ന് ചിലർ വിചാരിക്കും. ഇപ്പോഴത്തെ റിട്ടയർമെൻറ്റ് ഏജ് വളരെ നേരത്തെയാണ്. മനുഷ്യൻ്റെ ലൈഫ് സ്പാൻ വളരെ കൂടുതലാണ്. ഇപ്പോൾ 70+ ആണ് ലൈഫ് സ്പാൻ. ഈ സമയം വീട്ടിൽ ചടഞ്ഞുകൂടി ഇരുന്നാൽ ആർത്രൈറ്റിസ്, രക്തസമ്മർദ്ദം, പ്രമേഹം, ഡിപ്രഷൻ ഇങ്ങനെയുള്ള രോഗങ്ങളൊക്കെ വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ മനുഷ്യൻ ഒരു സമൂഹ ജീവിയാണ് എന്ന് മനസ്സിലാക്കുക. നമ്മുടെ എളിയ സേവനം സമൂഹത്തിന് വേണ്ടി ചെയ്യാൻ കഴിയുമെങ്കിൽ അതായിരിക്കും ഏറ്റവും വലിയ കാര്യം എന്ന് ഞാൻ വിചാരിക്കുന്നു. എന്തൊക്കെയാണ് സാറിൻ്റെ പുതിയ പ്രവർത്തന മേഖലകൾ? വാർദ്ധക്യ സഹജമായ രോഗങ്ങൾ മൂലവും അല്ലെങ്കിൽ ചില അസുഖങ്ങൾ മൂലവും, ജോലി സ്ഥലത്തുണ്ടാകുന്ന ചില അപകടം മൂലവും, ജന്മനാലുള്ളൊരു വൈകല്യം മൂലവും വൈകല്യം അനുഭവിച്ച് വീട്ടിൽ കഴിയുന്ന ഒത്തിരി നിരവധി പേരുണ്ട്. അവർക്കും അവരെ ശുശ്രൂഷിക്കുന്നവർക്കും അത് വലിയൊരു ഭാരമാണ്. കുറച്ച് നാൾ അവർക്ക് എന്തെങ്കിലും സഹായം കൊടുത്തതുകൊണ്ടായില്ല, അവർക്ക് തൊഴിൽപരമായി എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യാനായിട്ട് അല്ലെങ്കിൽ അവരുടെ ചലന സൗകര്യത്തിന് എന്തെങ്കിലും ഉപാധി കാണണം. അതുപോലെ അവരുടെ ഭവനങ്ങളിൽ പോയി അവരെ സന്ദർശിക്കുകയും കുറച്ച് സമയം അവരോടൊപ്പം ചെലവഴിക്കുകയും ഒക്കെ ചെയ്തു കഴിയുമ്പോൾ അവർക്കുണ്ടാകുന്ന ആ ഒരു സംതൃപ്തി
ഒരു സന്തോഷം, അത് ഞങ്ങളത് അനുഭവിച്ചറിഞ്ഞിട്ടുള്ളതാണ്. ആ ദിവസം മുഴുവൻ ഇവരെ നോക്കിക്കൊണ്ടിരിക്കുന്ന അവർക്ക് വീട്ടിൽ എന്തെങ്കിലും ചില കാര്യങ്ങൾ ചെയ്യാനുണ്ടാവും. അപ്പോൾ ആ സമയത്ത് അവരെ ഒന്ന് ഫ്രീ ആക്കി കഴിഞ്ഞാൽ ഇലക്ട്രിസിറ്റി ബില്ല് അടക്കാനോ അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് സാധിക്കും. അതിന് നമുക്കൊരു ടീമിനെ ഇതിനെ തിരഞ്ഞെടുക്കേണ്ടിയിരിക്കുന്നു. മറ്റൊന്ന്, ഇന്ന് ലൈഫിൻ്റെ എക്സ്പെക്റ്റൻസി, അതായത് ജീവിതത്തിൻ്റെ ദൈർഘ്യം കൂടുകയാണ്. പണ്ട് അത് 50+ എന്ന് പറഞ്ഞിരുന്ന ആ സ്ഥാനത്ത് ഇന്ന് 70+ ആയിരിക്കുകയാണ്. ഇവർ പല കാര്യങ്ങൾ കൊണ്ട് വിഷമം അനുഭവിച്ച് വീടുകളിൽ കഴിയുന്നവരാണ്. അവർക്കുണ്ടായ സ്വത്തുക്കളെല്ലാം മക്കൾക്ക് വീതിച്ചു കൊടുത്തു. മറ്റ് സമ്പാദ്യങ്ങളൊന്നുമില്ല. ഒരു രോഗം വന്നാൽ ചികിത്സിക്കാൻ പൈസയില്ല. ഏകാന്തത, അല്ലാതെ അവർക്ക് ഒരു ഫിയർ ഓഫ് ഡെത്ത്, മരണത്തെക്കുറിച്ചുള്ള ഒരു ഭയം. അപ്പോൾ ഇങ്ങനെയുള്ള കേസുകളിലൊക്കെ അവർക്ക് എന്ത് ചെയ്യാൻ പറ്റും എന്ന് ആലോചിച്ചപ്പോൾ അവർക്കൊരു പദ്ധതി ഉണ്ടാക്കണമെന്ന് തീരുമാനിച്ചു. അങ്ങനെയാണ് സായം പ്രഭ രൂപം കൊള്ളുന്നത്. എറണാകുളം സോഷ്യൽ സർവീസ് സൊസൈറ്റിയുടെ കീഴിലാണ് ഈ സായം പ്രഭ പ്രവർത്തിക്കുന്നത്. ഞാനൊരു സർവേ നടത്തിയപ്പോൾ മനസ്സിലാക്കിയത്, ഇവർ ആരോഗ്യവാന്മാരും ആരോഗ്യവതികളുമായിട്ടാണ് ജീവിക്കുന്നത്. പഴയ ആ പഴിചാരലും അല്ലെങ്കിൽ അവരുടെ സങ്കടവും മരണത്തെക്കുറിച്ചുള്ള ഭയവും ഒന്നും അവർക്കില്ല എന്ന് ജനങ്ങൾക്കില്ല എന്ന് മനസ്സിലാക്കുന്നു. ഇത്രയും സമയം ശാലോം TV പ്രേക്ഷകർക്ക് വേണ്ടി അങ്ങയുടെ വിലപ്പെട്ട സമയം ചെലവഴിച്ചതിന് നന്ദി, നമസ്കാരം.